Okay? Okay. You want another take? No need. Listen, Hema. Don't waste your talent here. Come with me. Bombay varu ennodopam. ഞാൻ തന്നെ ഒരു ഗ്രേറ്റ് മോഡലാക്കാം. What do you say? എന്തെങ്കിലും റിപ്ലൈ പറയൂ. I'll give you all set up there. Sorry, I'm not interested. എനിക്ക് ഇവിടെ വരാൻ താല്പര്യമില്ല. Look, Hema. തന്റെ അത്ര പോലും ടാലന്റോ ബ്യൂട്ടിയോ ഇല്ലാത്ത എത്ര പെൺകുട്ടികളെ ഞാൻ മോഡലാക്കിയിരിക്കുന്നു. Don't waste your future here. Excuse me, Hema. എനിക്ക് കുറച്ച് സ്റ്റിൽസ് എടുക്കണം. Please come with me. അയാൾ എന്താ പറഞ്ഞേ? ഒന്നുമില്ല. അത് വെറുതെ. വന്നപ്പോ മുതലേ ഞാൻ കാണുന്നുണ്ടോ അയാൾ അനാവശ്യമായി ഓരോ കാര്യങ്ങൾ ഇടപെടുന്നു. ഇനി മോശമായി പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്ത് എന്റെ അടുത്ത് പറഞ്ഞോളൂ. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അതെ, ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്നുമല്ല തന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാ. മാഡം, ഷോട്ട് റെഡി. വരണം. അങ്ങോട്ട് Listen, please. ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ഷോട്ട്. അതായത് നിതീഷ്, യു സ്റ്റാൻഡ് ഹിയർ. ഹേമ കംസ് ടുവേഴ്സ് യു. Then you embrace it. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒരു റൊമാൻറ്റിക് മൂഡിലേക്ക് അങ്ങനെ പോകും. Understand? മനസ്സിലായല്ലോ? ഓക്കെ 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 സർ. ഒരു റിഹേഴ്സൽ നോക്കാം. ഹേമ റെഡി? റെഡി സർ. ആക്ഷൻ. ട്രോളിംഗ്. കട്ട്. ലക്ഷ്മി. Touch up. Devi, take one. Oh yes, trolley back. Nidesh, Hema, take on, eh? Ready. Okay. Start camera. Running. Action. എന്താ ഹേമ ഒരുമാതിരി പേടിച്ചഭിനയിക്കുന്ന പോലെ? സോറി സർ. എന്ത് സോറി? ഐ കാൻ വേസ്റ്റ് മൈ ടൈം ആൻഡ് ഫിലിം. ആ ഗിരി എന്തിനാ ഹേമയോട് ചൂടാന്നെ? കുറ്റ അയാളതാ. അയാളോട് മര്യാദയ്ക്ക് അഭിനയിക്കാൻ പറ. അല്ലെങ്കിൽ സുനി പ്ലീസ്, താനിതിൽ ഇടപെടണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അഭിനയിക്കാൻ വന്നാ അഭിനയിച്ചിട്ട് പോണം. വലിയ മോഡലാന്ന് കരുതി എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നാണോ? ഇവിടെ പറ മോഡൽസ് ഇല്ലാത്തവന്. സുനി, അയാളെ ചെന്ന് വിളിച്ചോണ്ട് വാ. എന്നെ കൊണ്ടൊന്നും വയ്യ. ഇവിടെ ആ എം ഡിയോട് ഇനി ഞാൻ എന്ത് സമാധാനം പറയും? ഇത്രയും പണവും സമയം ചെലവാക്കി ഈ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് നശിപ്പിക്കാൻ വാട്ട് റൈറ്റ് യു ഹാവ്? ക്ലയൻസിനോട് ആരാ സമാധാനം പറയുക? താൻ പറയുമോ? പറഞ്ഞാൽ ഒരു കേക്കോ? അതല്ല സർ, നമ്മുടെ മോഡലിനോട് അയാൾ അപമര്യാദയെ പെരുമാറുന്ന കണ്ടപ്പോ. താൻ എന്തോ ഈ പറയുന്നത്? എന്ത് അപമര്യാദ അയാൾ കാണിച്ചത്? ഇത്രയേറെ സംസാരിച്ചിരുന്നോ? വെറുതെ സംസാരിച്ചിരുന്നാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അയാൾ അനാവശ്യമായിട്ട് അതിനിങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാൻ ആ പെൺകുട്ടി ആരാ? തന്റെ ഭാര്യയോ? തന്റെ ജോലി ഫോട്ടോ എടുക്കല. അത് ചെയ്യാൻ പറ്റിയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ സാർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും വേണ്ട, കൂടുതൽ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. വേറെ ആളിനെ വെച്ച് ആ ആർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല. താൻ മാപ്പ് പറഞ്ഞു മാത്രമേ അയാൾ കണ്ടിരുന്നാ പറഞ്ഞിരിക്കുന്നത്. മാപ്പ് ചോദിക്കാൻ മാത്രമുള്ള തെറ്റെന്തെങ്കിലും ഞാൻ ചെയ്തു എന്ന് തോന്നുന്നില്ലല്ലേ? എന്നാ എനിക്ക് തോന്നുന്നുണ്ട്, ഈ കമ്പനിക്ക് തോന്നുന്നുണ്ട്. താൻ ഇവിടെ ജോലി തുടങ്ങുന്നുണ്ടെങ്കിൽ അയാളോട് മാപ്പ് പറഞ്ഞേ പറ്റൂ. സാർ അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യണം. നൗ ഇറ്റ് ഈസ് അപ് ടു യു. യു ക്യാൻ ഗോ. ഹേമേ പ്ലീസ്, ഒന്നും പറയണ്ടെന്ന് ഒന്നും കേൾക്കണ്ടെന്ന് ഫോണിൽ പറഞ്ഞ് മനസ്സിലാവാനിട്ടല്ല. എന്നാലും മനസ്സൊന്നും അടങ്ങിയിരിക്കണ്ടേ. വീണ്ടും ഫോൺ ചെയ്തു. അപ്പോഴേ അറിഞ്ഞ് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന്. താൻ എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞുപാട് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് തന്നിൽ നിന്ന് ഒരു മറുപടി കിട്ടണം. കിട്ടിയേ പറ്റൂ. എല്ലാരും ചോദിക്കുന്നത് ഷൂട്ടിംഗ് സ്ഥലത്ത് ഞാൻ എന്തിനു പ്രശ്നം ഉണ്ടാക്കിയെന്ന. കാരണം നമുക്ക് രണ്ടുപേർക്ക് അറിയാലോ, ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയോട് മറ്റൊരാൾ അപമര്യാദ പെരുമാറുമ്പോ എനിക്ക് നോക്കിക്കാനാവില്ല. ജീവിതത്തിൽ ഒരിടത്തും ഉറച്ചു നിന്നിട്ടില്ല. ഒന്നെങ്കിൽ മാനേജ്മെന്റുമായി പൊരുത്തപ്പെടാൻ വരുമ്പോ, അല്ലെങ്കിൽ മടുക്കുമ്പോ ഒരു താവളത്തിൽ നിന്നും മറ്റൊരു താവളത്തിലേക്ക്. പക്ഷെ ഇവിടെ തന്നെ കണ്ടുമുട്ടിയപ്പോ ജീവിതത്തിന് എന്തോ ഒരു അർത്ഥം കിട്ടിയ പോലെ. ഞാനെന്താ ഇങ്ങനെ പിന്നാലെ നടന്ന് അധികാരത്തിൽ സ്നേഹം പിടിച്ചു വാങ്ങുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാനാരാ?
വലിയ തറവാട്ടിലെ കുട്ടിയോട് ഇങ്ങനെയൊക്കെ പറയാൻ? എന്റെ പ്രശ്നങ്ങളും സങ്കടങ്ങളും സുനിൽ അറിയാനിട്ടാ. സങ്കടങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്തവരാരാ? അത് പരസ്പരം പങ്കിടാമെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. ഒന്നും പങ്കിടാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. തുറന്നു പറഞ്ഞോളൂ. ഇഷ്ടമെങ്കിൽ ഇഷ്ടം, അല്ലെങ്കിൽ അല്ല. എനിക്കറിയാം തനിക്ക് എന്നെ ഇഷ്ടമാണ്. എന്നാ പിന്നെ തുറന്നു പറഞ്ഞൂടെ? ആ മോഡലിനോട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ ജോബ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് MD പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്തിനും തയ്യാറാ. അത് തന്റെ മറുപടി ആശ്രയിച്ചിരിക്കും. മറ്റന്നാ വൈകുന്നേരം വരെ ഞാൻ പ്രതീക്ഷിക്കും. ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും എന്നെ ഒന്ന് കാണണം. ഒരുപക്ഷെ അവിടെ വെച്ചാവും നമ്മുടെ യാത്ര പിരിയൽ. എനിക്കിത് വരണം. മെച്യൂരിറ്റി ഇല്ലാത്ത മണ്ടന്മാര് മാത്രമേ പ്രേമിക്കാൻ നടക്കുമെന്ന് പറഞ്ഞ് എത്ര പേരെ കളിയാക്കിയതാ. അവസാനം ഞാനും ആ കുഴിയിൽ മൂക്കും കുത്തി വീണു. രാത്രിയായി. ഇനി എവിടെ വരാൻ? നോ എന്നാ ഉത്തരവെങ്കിൽ അത് നേരിട്ട് വന്ന് പറഞ്ഞൂടെ? അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോൾ. അല്ലെങ്കിൽ മോഡൽസിന്റെ ഒക്കെ മനസ്സ് കരിങ്കല്ല. ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ്സിനെ കുറിച്ച് മാത്രമേ അവർക്കറിയൂ. സോറിടാ. എന്താ ചേട്ടാ പതിവില്ലാതെ? ആര് പറഞ്ഞു? ഇത് ഡെയിലി പതിവുള്ളതല്ലേ? താൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഐസ് വാട്ടർ എടുക്ക. പിന്നെ കുറച്ച് നട്ട്സോ ചിപ്സോ ഉണ്ടെങ്കിൽ അതും ഇന്ന് വേണ്ട. എനിക്ക് അല്പം റെസ്റ്റ് എടുക്കണം. എന്ത് പറ്റി? ഒരു ചെറിയ പനി പോലെ. അത്രേ ഉള്ളോ? അല്പ കുരുമുളക് ഇട്ട് ചൂടുള്ള വെച്ച് ഇതിന് 2 എണ്ണം അടിച്ചാൽ മതി. പനിയല്ല, ക്ഷയം വരെ മാറും. താൻ എങ്ങോട്ടെങ്കിലും യാത്ര പുറപ്പെടുന്നുണ്ടോ? അത് പിന്നെ താൻ എന്റെ അടുത്ത് നിന്ന് എന്തോ ഒളിച്ചു വെക്കുന്നുണ്ടല്ലോ സുനിലേ. ഞാൻ ജോലി മതിയാക്കി പോവാ ചേട്ടാ. ജോലി മതിയാക്കി പോവേ? തനിക്കെന്താ വട്ടുണ്ടോ? ഹേമയായിട്ട് എന്തെങ്കിലും ഉടക്കുണ്ടായോ? കമ്പനിയായിട്ട് വേണ്ട ഉടക്കാൻ. കാര്യങ്ങളൊക്കെ ഞാൻ ഹേമയോട് നേരിട്ട് പറഞ്ഞു. എന്നിട്ട് ഉത്തരം എസ് ആണെങ്കിലും നോ ആണെങ്കിലും ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ഇവിടെ വരണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്താ. വന്നില്ല, അതുകൊണ്ട് നാട് വിടുക അല്ലേ? അതെ, പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു എസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യം എന്നാ വിചാരം? ഈ വക കാര്യങ്ങളിലൊക്കെ അല്പ പേഷ്യൻസ് വേണം. മുട്ടിക്കൊണ്ടേയിരിക്കണം. തുറക്കപ്പെടും. ഇപ്പൊ നാട് വിട്ട് നീ ധൈര്യമായിട്ട് പൊക്കോ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിട്ടോളാം. അല്ലേ? സോറി, ലേറ്റായി. അത് സാരമില്ല. അതെങ്ങനെയാ? ഓരോന്നും റെഡിയാവാൻ എത്ര സമയം എടുത്തേ? അവസാനം ഞാൻ പറഞ്ഞു നമ്മൾ സൗന്ദര്യ മത്സരത്തിനൊന്നും പോവല്ലാന്ന്. വാ. പശു കാണാനെന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞിട്ടാ ഞങ്ങളിങ്ങ് പോന്ന്. സാധാരണ മേട്ടർ ഇതിനൊന്നും വിടാത്ത. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ മാഡത്തിന്റെ കാല് പിടിച്ച് പറഞ്ഞു ദിൽത്തോ പകലേ ലാസ്റ്റ് ഡേ അല്ലേ ഒന്ന് പോയി കണ്ടോട്ടേന്ന്. അപ്പൊ നമ്മുടെ വാച്ചർ മുൻസാമിയും കൂട്ടി പോയിക്കോളൂ എന്ന് പറഞ്ഞു. മുൻസാമി കാരണത്തിരിപ്പുണ്ട്, പരിചയപ്പെടണമെങ്കിൽ വിളിക്കാം. വേണ്ട. അതെ, ഗസ്റ്റ് വന്നിട്ട് വെളി നിർത്തുന്നതാണ് മര്യാദ. അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒന്നും നമ്മൾ നോക്കണ്ട അല്ലേ? വാടി. ആഹാ, ഇതൊരു ഹേമ സ്പെഷ്യൽ സ്റ്റുഡിയോ ആണല്ലോ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങളുടെ ഫോട്ടോസ് നിർവഹിക്കാൻ കൊള്ളില്ലേ? അല്ല, കൊള്ളാഞ്ഞിട്ടല്ല, പക്ഷെ കൊള്ളണ്ടേ? അല്ല, സ്ഥലം വേണ്ടേന്ന്. പിന്നെ കുടിക്കാൻ എന്തെങ്കിലും വേണം. അപ്പൊ കഴിക്കാനോ? ഞാൻ വേണമെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും വേണ്ട വേണ്ട, തൽക്കാലം കുടിക്കാൻ മാത്രം എടുത്താൽ മതി. എന്നാലും മതി. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ ആൾക്ക് തീരെ കോമൺ സെൻസ് ഇല്ലാന്ന് തോന്നുന്നു. ഫോട്ടോസ് അവന്റെ ഫോട്ടോ അത് ഫ്രൂട്ടി. ഇതെന്താ രണ്ടുപേർക്കേ ഉള്ളോ? അല്ല, ഞാൻ വിചാരിച്ചു രണ്ടുപേരെ വരത്തുള്ളൂ. ബാക്കിയുള്ളവരെ വെള്ളം കുടിപ്പിക്കാം. സോറി. ഗുഡ് ഈവനിങ്. അയ്യോ, സ്വാമി സാർ ഇവിടെ എപ്പോ? എന്താ അതിന്റെ അർത്ഥം? എന്തിന്റെ? ഇവിടെ ഇദ്ദേഹത്തിന്റെ റോൾ എന്താ? സെക്യൂരിറ്റിയുടെ ഉപദേശം? രണ്ടുമല്ല, ഞാൻ ഇന്നലെ രാത്രി ഇവിടെ വന്ന് കിടന്ന് അറിയാതെ ഉറങ്ങിപ്പോയി. സുനിൽ വിചാരിച്ചു ഞാൻ ഇവിടുന്ന് പോയി കാണുമെന്ന്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ്. നല്ല ഭാവന, ആത്മവിശ്വാസം ഇല്ലാത്തോണ്ടാ ഇങ്ങനെയുള്ള ഒളിച്ചുകളിയൊക്കെ വേണ്ടി. അത് പിന്നെ പ്ലീസ് സർ, അല്പസ്വല്പ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളും കോളേജിലൊക്കെ പഠിച്ചിട്ട് തന്നെയാ ജോലിക്ക് വന്നിരിക്കുന്നത്. സ്വാമി സാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാ എന്തോ കുഴപ്പം? അത് മോശമായിപ്പോയി സുനിൽ. യെസ് പറയണോ നോ പറയണോ എന്ന കാര്യത്തിൽ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി. വാ, നമുക്ക് പോവാം.
ജസ്റ്റ് ലീവ് മീ അലോൺ. ഹേമേ പ്ലീസ്. നോ. പോയിച്ചെന്ന് വിളിക്കേ. എന്നെ കൊളവാക്കിട്ട്. ഹേമേ ഹേമേ ഞാൻ പറയുന്നു. ഹേമേ 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 എന്തോന്ന് ഹേമ? തൃപ്തിയായല്ലോ. ചേട്ടനോട് ആരാ അവിടെ അതിന്റെ അടി കയറിയിരിക്കാൻ? അവിടെ വേറെ നല്ല സ്ഥലം കണ്ടില്ല, ഇല്ലെങ്കിൽ ഞാൻ ഇത് സുനിലിന് വേണ്ടി വാങ്ങിച്ചോണ്ട് വന്നാ. ഇനിയിപ്പോ തിരിച്ചു കൊണ്ടുവന്നില്ല. വെച്ചോ. ഈശ്വര, ഇനി ബോംബ് വല്ലതും ആണോ നോക്കട്ടെ. നല്ല പ്യുവർ വൈറ്റ് ടീഷർട്ട് നോക്കട്ടെ, നിനക്ക് നന്നായിട്ട് ചേരും. ഒരു ചേർച്ച. അവളുടെ ഒരു ടീച്ചർ. എന്തിനാ എന്റെ പൊന്നു സ്വാമി ചേട്ടാ ഒന്ന് പോയി